ഹായ് എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചൺ നിങ്ങൾ പരിചയപ്പെട്ടു. നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഒരു കിച്ചണിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അക്സസറീസ് അല്ലെങ്കിൽ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചെറിയതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് നമ്മുടെ കിച്ചൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്. ടുഡേ ഓൾസോ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു ദ കിച്ചൺ തിങ്സ്, ഹൗ ടു കുക്ക്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഹൗ ടു കുക്ക്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സാധനം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അതിനായി നമ്മൾ ഇംഗ്ലീഷിനെ എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കുന്നത്, അല്ലെങ്കിൽ ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. Okay guys, just come to the point. I told you we are going to make a dish through some few English words we are using in between this segment. നമ്മൾ ഇന്നത്തെ ഈ കുക്കറി സെഗ്മെന്റിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് തറവാകുവാനും അത് മുഖേന എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അപഗ്രഹിക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഈ സെഷൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിഷിലേക്ക് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കറി മുരിങ്ങയ്ക്ക, തക്കാളി, കോക്കനട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ദാറ്റ് മീൻസ് വി ആർ യൂസിങ് ഡ്രം സ്റ്റിക്ക് ആൻഡ് ടൊമാറ്റോ ഡ്രം സ്റ്റിക്ക് കറി വിത്ത് കോക്കനട്ട് പേസ്റ്റ്. ദാറ്റ് ഈസ് അവർ കറി, സ്പെഷ്യൽ കറി ടുഡേ. So you can see over here the drumstick I cut in small pieces. Also the tomato I make it in sambar pieces, like sambar pieces, and onion, then coconut oil, curry leaves, and bad eye chili. Normally we are using for this one, we are using green chili, but I am using bad eye chili because this is from my garden. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്നത് മുരിങ്ങയ്ക്ക, തക്കാളി, തേങ്ങ അരച്ച കറിയാണ്. അതിന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടി നമ്മൾ മുരിങ്ങയ്ക്ക മീൻസ് വാട്ട്, ഡ്രം സ്റ്റിക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മോൾ ഒനിയൻ, ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പച്ചമുളകാണ്. പക്ഷേ ഞാനിവിടെ പച്ചമുളകിന് പകരം ഞാൻ മോസ്റ്റ്ലി എപ്പോഴും ഉപയോഗിക്കാറുള്ളത് നമ്മുടെ കാന്താരി മുളകാണ്, ബേഡേ ചില്ലി. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഗാർഡനിലുള്ളതാണ്, ഒരു വിഷാംശവും ഇല്ലാത്തതായതുകൊണ്ട് ഇതാണ് മോസ്റ്റ്ലി ഐ എം യൂസിങ് ഫോർ ദിസ് വൺ. പിന്നെ നമുക്ക് കറി ലീവ്സ്, ഇത് നമ്മുടെ ഗാർഡനാണ്, ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ. സോ ഐ ഹോപ്പ് ദ മെയിൻ ഇൻഗ്രീഡിയൻസ് ആർ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് അഗൈൻ: ഡ്രം സ്റ്റിക്ക്, ടൊമാറ്റോ, സ്മോൾ ഒനിയൻ, ചില്ലി, ആൻഡ് what else? And curry leaves. Okay, these are the main ingredients. And for the coconut paste, I am going to tell you that what else we need. For coconut, crushed coconut, then garlic, 3 small garlic, and cumin seed, turmeric powder, a small round of what we call tamarind. What is this? Tamarind, and salt, and what is this? You remember this one? Yesterday I told you about this one. This is mustard seed. Mustard. അപ്പോൾ നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, പേസ്റ്റ് മീൻസ് വാട്ട്, നമുക്ക് അരപ്പ് ഉണ്ടാക്കാനായിട്ട്, കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അരപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ക്രഷ്ഡ് കോക്കനട്ട് പൊട്ടിച്ചിട്ട് ചിരകിയെടുത്തത്, മസ്റ്റാർഡ് സീഡ് മീൻസ് വാട്ട്, നമുക്ക് കടുക് വേണം. ദെൻ ക്യുമിൻ സീഡ് വാട്ട്, ക്യുമിൻ സീഡ് മീൻസ് ജീരകം വേണം. ദെൻ ടർമറിക് പൗഡർ, ടർമറിക് മീൻസ് വാട്ട്, ടർമറിക് മീൻസ് മഞ്ഞൾപ്പൊടി. ആൻഡ് ടെമറിൻഡ്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ടെമറിൻഡ് മീൻസ് വാട്ട്, വാളൻ പുളി. ദെൻ ഗാർലിക്, 3 small garlic, 3 ചുള garlic means what, വെളുത്തുള്ളി. and salt means ഉപ്പ്. So I already told you about the main ingredients means drumstick, tomato, small onion, bed chili from our garden, and curry leaves. Now look at this one. These things we are using for the coconut paste. What else we are going to make for coconut paste? Crushed coconut, 3 pieces of garlic, a pinch of what is this, cumin seed, turmeric powder, and bit salt. Only 1, 2, 3, 4, 5 items we need for the coconut paste.
എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് കോക്കനട്ട് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട്? അതല്ലെങ്കിൽ നമ്മൾ അരപ്പ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരകിയത്, 3 വെളുത്തുള്ളി അല്ലി, ഒരു പിഞ്ച്, ഒരു നുള്ള് നമ്മളുടെ ചെറിയ ജീരകം, ദാറ്റ് മീൻസ് ക്യുമിൻ സീഡ്, അല്പം മഞ്ഞൾപ്പൊടി. ഞാനിവിടെ വേറെ 2 സാധനങ്ങൾ എക്സ്ട്രാ ഐ കീപ് 2 തിങ്സ് ഓവർ ഹിയർ. വൺ ഈസ് മസ്റ്റാർഡ് ആൻഡ് വൺ ഈസ് ടെമറിൻഡ്. ടെമറിൻഡ് മീൻസ് വാട്ട്? ടെമറിൻഡ് മീൻസ് വാളൻപുളി. മസ്റ്റാർഡ് മീൻസ് വാട്ട്? മസ്റ്റാർഡ് മീൻസ് കടുക്. ഈ മസ്റ്റാർഡ് ഞാൻ ഉപയോഗിക്കുന്നത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫോർ ഗാർണിഷിങ് ഐ എം യൂസിങ് ഫോർ ദിസ് മസ്റ്റാർഡ്, ആൻഡ് ഓൾസോ വി ക്യാൻ ഫോർ few pieces of what we call curry leaves and 1 or 2 onions. That also I will use for the garnishing. And you can use, in case you can, if you have red chili, you can use the red chili also for the garnishing, as well as you can use the red chili for the coconut paste. If you want bit color, because this should be little bit yellow curry, and you need bit colorful curry, you can add 1 or 2 red chili also you can add with this paste. Then what will happen when you use the red chili? The color blend will be marvelous. And it should be more colorful. It should be little bit yellow reddish color like that. അപ്പോൾ നമ്മൾ 2 ചില്ലി, അതായത് 2-3 ഉണക്കമുളക് ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ ഇറ്റ് വിൽ ബി, ഇതിൻ്റെ കളർ ഇച്ചിരി നന്നായിട്ട് ഇച്ചിരി ചുമപ്പും മഞ്ഞയും കലർന്ന ഒരു ബ്ലെൻഡിങ് കളർ വരും. ഷുഡ് ബി ലുക്ക് ഗ്രേസ്. അപ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമായൊരു കളറായിരിക്കും. അപ്പോൾ ഐ ഹോപ്പ് യു നോ ഓൾ ദ ഇൻഗ്രീഡിയൻസ് ഫോർ ദ വാട്ട് കറി, ഡ്രം സ്റ്റിക്ക് ടൊമാറ്റോ കറി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നമ്മുടെ തക്കാളി മുരിങ്ങയ്ക്ക തേങ്ങ അരച്ച കറിക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ വിൽ ഗോ വൺസ് മോർ ഫോർ ദ ഇൻഗ്രീഡിയൻസ്, only for the ingredients. Okay, coconut, crushed coconut, this one, what we call this one, mustard seed, garlic, salt, turmeric, cumin seed, curry leaves, chili, I mean green chili, small onion, coconut oil. You can use coconut oil or any vegetable oil, you can use this one, because I am using only coconut oil for all curries, because I like coconut oil very much, because without any what we call, this is pure coconut oil, and drumstick and tomato. These are the ingredients for our dish today. Now I am going to tell you how we will cook this one. Okay, now you know the main ingredient, what we are going to make. The main ingredients name you already learned what are the main ingredients and what curry we are going to use, what vegetable we are going to use for the particular curry. Okay, now we will go for how to make our curry. Okay, now you can look at over here, our coconut paste is ready. You see how marvelous the color is. നമ്മുടെ കോക്കനട്ട് പേസ്റ്റ്, നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല എത്ര ഭംഗിയുള്ള കളറാണ് അല്ലേ, നമ്മുടെ അരപ്പിൻ്റെ കളർ നോക്കി. ഇതിനകത്ത് നമ്മൾ റെഡ് ചില്ലി ചേർത്താൽ കുറച്ചുകൂടി റെഡിഷ് ആയിട്ട് നമുക്ക് കാണും. ഇഫ് യു ആഡ് ഫ്യൂ റെഡ് ചില്ലീസ് ഇറ്റ് വിൽ ബിക്കം ബിറ്റ് ബ്ലെൻഡിങ് റെഡ് കളർ. ഓക്കെ, സോ ദിസ് ഇസ് എ വെസൽ. ദിസ് വെസൽ ഐ എം ഗോയിങ് ടു ഫോർ കുക്ക് ടുഡേ. ഈ പാത്രമാണ് നമുക്കിന്ന് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. സോ വാട്ട് വി വിൽ ഡു, I will put this curry leaves as it is. I am not going to remove from the stem. Just I will keep it as it is like that. Before that one, you should wash very well. All the vegetables you should wash very well. Then only you should cook for that one. I will put like this, and also I am going to put it all the tomatoes. I will put it together, and I will add what I will add. I will add this drumstick also. I will add this together in this cooking vessel. This is the cooking vessel. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ഞാൻ കുക്ക് ചെയ്യുന്ന ഈ ചെറിയ ഉരുളിയിലാണ്, ഈ കുക്കിംഗ് പാത്രത്തിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ എൻ്റെ കറിവേപ്പില, ഞാൻ ഒരു തണ്ട് കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ തക്കാളി ഇട്ടു. ദെൻ ഐ വിൽ ആഡ് ദ ഡ്രം സ്റ്റിക്ക്. നമ്മുടെ ടെമറിൻഡ് ഈസ് സ്റ്റിൽ ഹിയർ. ടെമറിൻഡ്, ഓക്കെ, ദിസ് ഇസ് ദ ടെമറിൻഡ്. ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് ഇറ്റ് നൗ. ഐ വിൽ യൂസ് ഇറ്റ് ലേറ്റർ വെൻ ഇറ്റ് വിൽ ബോയിൽ വെൽ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ പുളി, ടെമറിൻ മീൻസ് വാട്ട്, ഈ പുളി ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, now you see these things. This is the curry leaves, mustard and small onion, small pieces. I will make it small pieces the onion. This is for the garnishing. അപ്പോൾ ഞാൻ കടുക് പറ നമ്മളൊരു അച്ചുവിൻ്റെ അമ്മ സിനിമയ്ക്കകത്ത് ഊർവശിച്ചേച്ച് പറയുന്നില്ലേ, അപ്പോൾ ആ കടുക് പറയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ കറി ലീവ്സ്, ഈ ചെറിയ ഉള്ളി അരിഞ്ഞത്, നമ്മുടെ കടുക്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് അദമ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹത്തെ ജനിപ്പിക്കുന്ന മെയിൻ കണ്ടൻ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്.
നമ്മുടെ മരിച്ചുപോയ നമ്മുടെ വളരെ പ്രശസ്തയായ നടി ശ്രീദേവി അഭിനയിച്ച ഇംഗ്ലീഷ് എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഭയങ്കരമായ ആഗ്രഹത്തിൽ ശ്രീദേവി വളരെയേറെ തെറ്റുകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയിൽ നമ്മുടെ ഉർവശി ചേച്ചിയും ഈ സെയിം റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി പല മണ്ടത്തരങ്ങളും പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു കിച്ചൺ സീൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അതിനകത്താണ് കടുകുറ എന്നുള്ള ഡയലോഗ്സ് ഒക്കെ പുള്ളിക്കാർ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അനുഭവം വരാൻ പാടില്ല. ദാറ്റ് ഇസ് ഐ ആം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് കൈൻഡ് ഓഫ് ലെസൺസ് ത്രൂ ദ ഡെയിലി ലൈഫ്. ഞാൻ നമ്മുടെ ഡേ ടു ഡേ ഉള്ള ലൈഫിലുള്ള ആസ്പെക്ട്സ് കോർത്തിണക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ട് കുറച്ചുകൂടി നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ അടുത്തറിയുവാനും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരുകൾ അറിയുവാനും അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്, അത് കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് പറയുന്നത്, അതൊക്കെ നമുക്കതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓൾസോ ഐ എം വിയർ apron here, and also I am keeping my accessories. Use the spoon and all I am keeping over here. So I think you know little bit, you have an idea about how to make a curry and what are the main ingredients and the main things. ഇനി നമ്മളോട് ആരെങ്കിലും ചെറിയൊരു കറിയെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അപഗ്രഥിക്കാനുള്ള ചെറിയൊരു കഴിവ് നമുക്ക് ലഭിച്ചിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കുക്ക് ചെയ്യാനുള്ള നമ്മുടെ വെസൽ റെഡി ആയിട്ടുണ്ട്, ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓൾസോ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഐ എം ഗോയിങ് ടു pour 1 cup of normal water. I am going to pour 1 cup of normal water. Pour means എന്താണ്? ഒഴിക്കുക. ഞാനിതിലേക്ക് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു. ആ പച്ചവെള്ളം ഒഴിച്ചതിനകത്തേക്ക് ദെൻ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. ഐ വിൽ ഗോ ടു ആഡ് സം salt with this one and I will make it well cooked. ഇത് എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കും. Okay, you see I am going to add a bit salt as per your taste. And also this is my style. This is a cookery channel alla. This is not a cookery channel. This is an English speaking course channel. That's why just അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ കുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു സന്നിധിക്ക് ഞാൻ ഇതിനകത്ത് കാണിക്കുകയാണ് നിങ്ങളെ. This is my hand gloves which I am using for my cooking. ഇതിൻ്റെ ഹാൻഡ് ഗ്ലൗസ് ആണ്, കുക്കിംഗ് ഗ്ലൗസ് ആണ്. ഞാൻ ഈ സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗ കത്തുന്ന നിങ്ങൾക്ക് അവിടെ കാണാം. ഈ സ്റ്റൗ കത്തുമ്പോഴത്തേക്ക് നമ്മൾ കൈയൊക്കെ പൊള്ളാതിരിക്കണ്ടേ. ദാറ്റ്സ് വൈ ജസ്റ്റ് ഐ എം ഓൾവേസ് വെയറിങ് എ ഗ്ലൗസ് വിത്ത് മീ because this is for my protection. Because we are handling this kind of things with our fire. So for protecting our hands we are using this one. Protecting our hands we are using the hand gloves for cooking always. Hand gloves and apron, that is the uniform for the kitchen, Okay, now I am going to keep this one in my stove. Let it be boil very well. I am going to keep this in stove and let it be boil very well. Okay friends, now all the vegetables are boiling very well. You can see how it is boiling. When it boils well, I'll add this small tamarind in with this boiling water. Let it be boiled very well. All the juice will come out. What we call the tomato, then what we call the drumstick and the tamarind. All the juice will blend and now it is also smell will come nicely. അപ്പം ഞാൻ അതിനകത്ത് നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ചപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ പുളി വാളൻപുളി അതിനകത്തേക്ക് ഇട്ടു. ആ പുളിയുടെ വെള്ളം അതിൽ നിന്ന് അതിൻ്റെ ജ്യൂസ് അതിൽ നിന്ന് ഇറങ്ങി നന്നായിട്ട് ബ്ലെൻഡ് ആകാനായിട്ട്. സോ ലെറ്റ് ബി ബോയിൽ ബിറ്റ് വെൽ. ഇത് നന്നായിട്ട് കുക്കാകണം. സോ ലെറ്റ് ബി കുക്ക് വെൽ. ഇറ്റ് ടേക്ക് ഓൾമോസ്റ്റ് 5 to 10 minutes നീഡ് ഫോർ കുക്കിംഗ് ബിക്കോസ് ടൊമാറ്റോ ഡസൻറ്റ് നീഡ് മച്ച് ടൈം ബട്ട് ഡ്രംസ്റ്റിക് നീഡ് കുക്കിംഗ് ടൈം അറ്റ്ലീസ്റ്റ് ഫോർ 5 to 10 minutes. ടൊമാറ്റോയ്ക്ക് തക്കാളിക്ക് അത്ര വേവില്ല, പക്ഷേ എങ്കിൽ നമ്മുടെ ഡ്രംസ്റ്റിക്ക് മുരിങ്ങക്കോലിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വേകണം. അത് വേകട്ടെ. So meantime I am going to tell you something else. നോക്കൂ, I already cook എൻ്റെ ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. I already cook my rice. I am using brown rice. Brown rice means what? Brown rice means നമ്മുടെ കുത്തരിയാണ് I am using. Already boiled. The rice is ready. And this is, what is this? This is കഞ്ഞിവെള്ളം. നമ്മുടെ റൈസ് സൂപ്പാണ്. I never ever throw this rice soup. I will use this one for instead of drinking water. I will use this one. This is very healthy and very nutritious. This one. നമ്മളുടെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ധാരാളം ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. ഓൾ ദ ന്യൂട്രീഷ്യസ് വാല്യൂസ് ഓവർ ഹിയർ ഇൻ ദിസ് റൈസ് വാട്ടർ.
Nowadays, what we are doing, just we will use the rice and we will throw away the rice water. I will try to utilize the rice water, because this is full of protein and full of vitamins. You can do this one also. And also I cook some, you can see my fish fry. This is baby mackerel. Yesterday I went to town and that time I purchased this one, baby mackerel. Nowadays the fish is very costly, and mackerel means ayala. Baby mackerel means kanniyala nammal parayum. Mackerel aanu cheriya fish ഞാൻ വാങ്ങി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. മാക്രൽ എന്ന് പറഞ്ഞാൽ അയലയാണ്. സാർഡിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സാർഡിൻ മീൻസ് മത്തി. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മീനാണ് ഈ സാർഡിനും മക്രയിലും ഒക്കെ. അപ്പോൾ ഇത് സാർഡിൻ അല്ല, സാർഡിൻ മീൻസ് മത്തിയാണ്. ഇത് മക്രയിലാണ്. ബേബി മക്രയിൽ മീൻസ് ചെറിയ കണ്ണി അയലയാണ്. So this is for lunch. The rice is already ready. Fish fry is already ready. Fish, I told you which kind of fish this one. This is mackerel. This is the small fish, and my curry is almost getting ready. When it boil very well, I mean almost it will 8 minutes come. I will add this one with the boiling water. I will add this one with the boiling curry. ഞാൻ ഇത് നന്നായിട്ട് തിളച്ച് 8 മിനിറ്റ് ഒക്കെ തിളച്ച് നന്നായിട്ട് വേകുമ്പോൾ ഞാൻ നമ്മുടെ ഈ കോക്കനട്ട് പേസ്റ്റ് I will add with this one. ഇതിട്ടതിന് ശേഷം don't boil too much because it will split. നമ്മൾ ഇതിട്ടതിന് ശേഷം ധാരാളമായിട്ട് തിളപ്പിക്കരുത്. അങ്ങനെ തിളപ്പിച്ചാൽ it will going to split and it will the taste will not come nicely. So when it will ready, when it cook well, then only you add this one, and just 1 minute you boil with this one and just remove, take it away, take it on side with the stove. 1 minute വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ നിന്ന് റിമൂവ് ചെയ്ത് പുറത്തേക്ക് മാറ്റി വെക്കുക. I hope you understand what I say. Okay, നമുക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. Now we are going to add this one. Okay friends, now it is boiling very well. I am going to add the coconut paste. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യത്തോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലേക്ക് നിങ്ങളെല്ലാവരും കൂടുതൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോടൊക്കെ പറയുക. നമ്മൾ ഈ ഒരു മെത്തേഡിൽ കൂടിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ ആരും വണ്ടർ അടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദിസ് ഈസ് അവർ ന്യൂ മെത്തേഡ് ഹൗ ടു ലേൺ ഇംഗ്ലീഷ് വെരി ഫ്രീലി ആൻഡ് വെരി ഈസിലി. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതലായിട്ട് ഒരു വലിയ ടാസ്കിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, സോ നൗ I am going to add this paste with this our boiled curry and mix very well. You can see the color of blend color. It will come little bit yellow and bit orange color like that because of this tomato. Yeah, that's it. Let it be boil 1 minute more. Okay, now our curry is almost ready. Just let me taste it how it is. It's boiling. Don't make it over boil. It will. Okay, I need little bit salt. I'm going to add bit salt more. When you taste it in between, and you can add salt, and only salt we can add more. That's it. Yeah, almost and mix well. Now it is okay. Our curry is almost ready. This is very tasty. Yeah, that's it. Now I'm going to garnish with this kind of things. This is small onion, and this is mustard, and this is curry leaves, and you can utilize red chili also. I'm not going to use red chili because already I use that red chili that is too hot. No, that is why I'm not going to anymore. No, I'm not going to add any more chili. Okay, that's it. Let me do the final stage. So I keep the small fry pan. This is my small fry pan. I keep the small fry pan already here. I put 3 spoon of coconut oil over here. I put 3 spoon coconut oil. That's enough for that one. Then I am going to put some mustard. Okay, I put mustard. Mustard will make kaduvara time. It will make bit noise. Okay, let it be. Put that curry leaves and our onion. That's it. This is curry's final stage. നമ്മളതിനകത്തേക്ക് ഞാൻ ചെറിയൊരു ജസ്റ്റ് I put 1 small fry pan and I pour 3 small spoon of coconut oil. ഞാൻ ചെറിയ ഫ്രൈ പാൻ വെച്ചു. I pour എന്ന് പറഞ്ഞാൽ എന്താണ്? I pour ഒഴിക്കുക. ഞാൻ ഒഴിച്ചു. What I pour വെളിച്ചെണ്ണ 3 teaspoon coconut oil. Then I add mustard.
small pieces of onion and curry leaves. Okay, and this is the final stage. Let it be a bit brown, dark brown. This is brown aananam vare keep it on fire. Yeah, nammal kadugu pottunnundu. This is the kadugura time. Okay, then you see the golden brown. It will become golden brown. It will become golden. Become in eye period. It will become golden brown. Okay, I off the stove and I will, you see, yeah, the smoke will come like this. Okay dear, this is the final product of our, this bit hot. Yeah, this final product of our tomato drumstick coconut paste curry. This is our tomato drumstick coconut curry final product. Very tasty. Just try because this is not a cooking course. This is not a cooking class. This is our spoken English class. We are learning English from our home, our day-to-day life. So please subscribe our channel. Please watch the entire video time to time. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ കിച്ചണിലെ കുറേയേറെ ആക്സസറീസിൻ്റെ പേരൊക്കെ നമ്മൾ പഠിച്ചു. എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. നമ്മൾ ആ ആക്സസറീസ് ഉപയോഗിച്ചിട്ട് ടുഡേ വി കുക്ക് വൺ ഡിഷ്. ആ കുക്ക് ചെയ്ത ഡിഷിനെ കുറിച്ച് ഐ തിങ്ക് ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. നമ്മുടെ ചാനൽ വീണ്ടും കാണുക. നാളെ പുതിയൊരു സെഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് ചാനൽ റെഗുലർലി. താങ്ക് യു.